ഭരണനേട്ടങ്ങൾ കൊട്ടിപ്പാടാനും അത് ജനങ്ങളിലെത്തിച്ച് നേട്ടമുണ്ടാക്കാനും സംഘടിത ശ്രമം നടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. അതിനിടയിലാണ് കല്ലുകടിയായി ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി മുഖ്യമന്ത്രിയെയും ഭരണത്തെ ആകെയും കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. കോടികൾ ചെലവഴിച്ചാൽ തെറ്റുതിരുത്താൻ കഴിയുമെന്ന് വ്യാമോഹമാണെന്നാണ് CPI സംസ്ഥാന കൗൺസിൽ കുറ്റപ്പെടുത്തിയത്. ഇത് തിരിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇടതുമുന്നണി നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. കേരളീയം പോലുള്ള പരിപാടികൾ ധൂർത്താണ്. തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പിന്നാലെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയേൽക്കും. കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച ലൈഫ് പദ്ധതി പോലും പൂർത്തിയാക്കാനായില്ലെന്നും കടുത്ത ഭാഷയിലാണ് പ്രതിനിധികൾ പോലും വിമർശിച്ചത്. മന്ത്രിമാരുടെ പേരെടുത്ത് തന്നെ വിമർശനമുയർന്നു. ധനമന്ത്രി മുതലാളിമാരെ പോലെയാണ് പെരുമാറുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് ജനങ്ങൾക്ക് പരാതി പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. മകളുടെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ജനങ്ങൾക്ക് ദഹിക്കുന്നതുമില്ല. CPM നേതാക്കൾ ചർച്ചകളിലും മറ്റും തോന്നും പോലെ എന്തെങ്കിലും വിളിച്ചു കൂവുന്ന അവസ്ഥയിലാണ്. സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ AK ബാലനെ പോലെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. ഇടതുമുന്നണി യോഗം പോലും പ്രഹസനമാകുന്നു. 7 വർഷത്തെ ഭരണത്തിൽ എടുത്തു കാണിക്കാവുന്ന പദ്ധതിയൊന്നുമില്ല. സിൽവർ ലൈൻ പറഞ്ഞ് ജനങ്ങളെ ശത്രുക്കളാക്കിയതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. സഹകരണ മേഖലയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സർക്കാരിനും ഇടതുമുന്നണിക്കും നാണക്കേടുണ്ടാക്കി. വിവാദങ്ങളിലും അഴിമതിയിലും പെട്ട സർക്കാരാണെന്ന ഖ്യാതി മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. പൗരപ്രമുഖരെയല്ല, മറിച്ച് മുന്നണിയെ ജയിപ്പിച്ച സാധാരണക്കാരെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണേണ്ടതെന്നുമാണ് CPIയുടെ അഭിപ്രായം. മടിയിൽ കനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വെറും വാക്കാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റരുത് എന്നല്ല, കക്കരുത് എന്നായിരുന്നു. ഈ കുംഭകോണത്തിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ സംസ്ഥാന നേതൃത്വത്തിന് വരെ പങ്കുണ്ട്. ആർക്കെങ്കിലുമെതിരെ തെളിവ് നൽകുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കണമെന്നും പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പാർട്ടിയുടെ അനുമതിയും അനുവാദവും ഈ സഹകരണ മെഗാ കുംഭകോണത്തിന് ഉള്ളതിനാൽ CPM കള്ളന്മാരെ ഭയപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. അഴിമതിയുടെ മറ്റൊരു മുഖമാണ് ആരോഗ്യവകുപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും വലിയ കുംഭകോണം നടന്നിട്ടും കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും സർക്കാരും നടത്തുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ബുദ്ധിമുട്ട് കാണും. ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ ഒരു പ്രക്ഷോഭം പ്രതീക്ഷിക്കാനാവില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണമുന്നണിയിലെ രണ്ടാം കക്ഷിക്ക് തന്നെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത്. അതാകട്ടെ അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന ചൊല്ലുപോലെയുമായി.